ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാവരോടും പറഞ്ഞായിരുന്നു 10K സബ്സ്ക്രൈബേഴ്സ് അടിക്കുമ്പോഴത്തേക്കും നമ്മളൊരു ഫുഡ് ചാലഞ്ച് ചെയ്യുമെന്ന്. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തായിരുന്നു, നല്ല കമൻസും കണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ ഇന്നലെയാണ് കൺക്ലൂഷനിലെത്തിയത്. ഇന്നലെ ഞാനൊരു ഷോപ്പിൽ പോയപ്പോഴത്തെ സമയത്ത് എല്ലാവർക്കും അറിയായിരിക്കും മറ്റേ സ്പൈസി നൂഡിൽസ് അല്ലേ, കൊറിയൻ നൂഡിൽസ്, ഇത് കണ്ടത്. സോ ഞാൻ ഓർത്തും സ്പൈസി നൂഡിൽസിൻ്റെ ഒരു ചാലഞ്ച് ചെയ്യാമെന്ന്. സോ അയ്യോ പറയാൻ വേണ്ടി മറന്നുപോയി, എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരോടും ബിഗ് താങ്ക് യു. ബിക്കോസ് ഞാൻ തുടങ്ങിയ സമയത്ത് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് കിട്ടുമെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. ആ സ്ഥാനത്താണ് എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയത്. നമ്മളിപ്പോഴത്തെ പാക്കറ്റ് പൊട്ടിച്ചു. അപ്പം അതിൻ്റെ അകത്ത് ഒരെണ്ണത്തിനകത്ത് സോസും പിന്നെ ഒരെണ്ണത്തിനകത്ത് ഫ്ലേക്സ് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. സോ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കാം. എൻ്റെ അടുപ്പ് എന്തൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്നു ഗൈസ്. ഇനി ഇത് ചൂടായതിന് ശേഷം നമ്മുടെ നൂഡിൽസ് നമ്മളിതേ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സോസായി ഒഴിച്ചെടുക്കാം കേട്ടോ. എന്താകുമോ എന്തോ. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. ഈ ഫുൾ ഡപ്പ ഞാൻ തീർക്കുമോ നമുക്ക് നോക്കാം. എരിവേ എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ, ആ എരിവിനൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും. എരിവുണ്ട്, പക്ഷെ ഒരു ടൊമാറ്റോയി ഫ്ലേവറാണ് എനിക്ക് കിട്ടുന്നത്. എരിവും ഒരു ടൊമാറ്റോയും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ കേട്ടോ, ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഇട്ടു. എനിക്കിത് വലിയ എരിവായിട്ട് തോന്നണില്ല കേട്ടോ ഗൈസ്. എനിക്കിത് വലിയ എരിവായിട്ട് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ മാഗിയോ അല്ലെങ്കിൽ പ്രേതമാണോ മാഗിയോ അല്ലെങ്കിൽ സൂപ്പർ അടിപൊളി കേസ്. മുഖത്തേക്ക് ഇപ്പോൾ തെറിച്ച് മാഗിയോ അല്ലെങ്കിൽ യിപ്പിയോ അങ്ങനത്തെ ഒരു മോഡൽ നൂഡിൽസ് അല്ല. നൂഡിൽസ് കുറച്ച് തിക്കാണ് കേസ്. എരിവ് തട്ടി തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇപ്പം ആ സീൻ എത്തിയിട്ടില്ല. പക്ഷെ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഗൈസ്, എന്നോട് ആരോ യൂട്യൂബിൽ ചോദിച്ചായിരുന്നു ഈ ചാനൽ തുടങ്ങാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു എന്ന്. അപ്പോൾ ഇന്ന് 10K സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിൻ്റെ എന്താണ് വീഡിയോ ആയതുകൊണ്ട് നമുക്ക് അതും കുറച്ച് സംസാരിക്കാം. ശരിക്കും പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ തോന്നി. അപ്പം തന്നെ തുടങ്ങി. അങ്ങനെയാണ്, അല്ലാതെ പ്ലാനിങ്ങോ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ദിവസം ഉച്ചക്കോ വൈകുന്നേരം കണ്ട് വെറുതെ സോറി ഗൈസ്, എനിക്കൊരു കോള് വന്നതാണ്. അപ്പം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് കേട്ടോ ഇൻസ്റ്റഗ്രാമിനകത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. എനിക്ക് ഗെറ്റ് റെഡി വീഡിയോസൊക്കെ കുറച്ച് ആക്റ്റീവായി. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചായിരുന്നു, അപ്പം ഇതിലിടുന്നുണ്ടല്ലോ, അപ്പോൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് ഐഷാനോട് ഞാൻ ചോദിച്ചേ. ഐഷാനോട് ചോദിച്ചപ്പോൾ ഐഷ പറഞ്ഞു, ഓ ഗൈസ് എരിഞ്ഞു തുടങ്ങി കേട്ടോ, വേർക്കാൻ തുടങ്ങി എരിഞ്ഞിട്ട്. ഐഷോട് ചോദിച്ചപ്പോൾ ഐഷ പറഞ്ഞു തുടങ്ങടി, നല്ലല്ലേ, ഒരു ഫണ്ണായിരിക്കും, സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞു. അങ്ങനെ തുടങ്ങിയ നമ്മുടെ യൂട്യൂബ് ചാനലാണ് ഗൈസ് ഇത്. പക്ഷെ തുടങ്ങിയപ്പോൾ എനിക്ക് ഞാൻ വെറുതെ റാൻഡംലി തുടങ്ങിയ ഒരു ഡിസിഷൻ ആണെങ്കിൽ പോലും ഞാൻ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യണം, എല്ലാ ദിവസവും എന്തെങ്കിലും കണ്ടന്റ് ഇടണം
എന്താ കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ എത്ര നാൾ പോസ്റ്റ് ഇടണം, എന്ത് പോസ്റ്റ് ഇടണം, നമ്മുടെ നമ്മുടെ കണ്ടന്റ് എന്താന്ന് കണ്ടുപിടിക്കണം, ഇതൊക്കെ കുറേ ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കാണുമായിരുന്നു. അങ്ങനെയാണ് വീഡിയോ ഇടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണത് ഗൈസ്. പിന്നെ എന്നോട് എന്താണ് ഓണസ്റ്റ്ലി ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്പിറേഷൻ ഫോർ യൂട്യൂബ് ചാനൽ എപ്പോഴും പൈസ ആയിരിക്കും ഗൈസ്. കാരണം ഇതിൽ നിന്ന് ഇനി ഒരു 500 രൂപയാണെങ്കിൽ പോലും എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വിൻ-വിന്നാണ്. കാരണം എനിക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ എൻ്റെ കാര്യങ്ങളും കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലുമായിട്ട് അതാണ് എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ. കാശ് ഉണ്ടാക്കാൻ തന്നെയാണ് എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും മാസം ഞാൻ വീഡിയോസൊക്കെ ഇട്ടിരുന്നത്. പിന്നെ എനിക്ക് ഇപ്പം ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന കണ്ടന്റുകളെല്ലാം ആദ്യം കോൾ വന്നു, ഇപ്പോൾ സ്റ്റോറേജ് സ്പേസ് ഇല്ലെന്ന് പറയുമ്പോൾ നല്ല ഭാഗ്യമാണ് കേസ്, നല്ല ഭാഗ്യമാണ്. അപ്പം നമ്മളെവിടെയാണ് പറഞ്ഞെത്തിയത്? മറന്നുപോയി. ഇതാണ് പ്രശ്നം, മറവിയാണ് മെയിൻ പ്രശ്നം. പക്ഷെ സംസാരിച്ച് നമ്മുടെ നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. എരിവില്ലെന്ന് ഞാൻ പറയില്ല, എരിവുണ്ട്. പക്ഷെ നമുക്ക് സഹിക്കാവുന്ന എരിവേ എനിക്ക് തോന്നുന്നുള്ളൂ. ഇപ്പം എനിക്ക് ചുണ്ട് വേനിക്കാൻ തുടങ്ങി ഗൈസ്. കാരണം ഈ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ വേനിക്കാൻ തുടങ്ങി. നിങ്ങൾ നന്നായിട്ട് കണ്ടാ എരിഞ്ഞിട്ടാണ് അങ്ങനെ. പിന്നെ വേർക്കുന്നുണ്ട്, നല്ലപോലെ വേർക്കുന്നുണ്ട്. അപ്പം അത് എരിവുള്ളത് കൊണ്ടാണ്. എനിക്കിനി അടുത്തത് ഇതിൻ്റെ വേറൊരു വേർഷൻ ഉണ്ട് ഗൈസ്. ഇതിപ്പം ബ്ലാക്ക് പാക്കറ്റാണ്. ഇതിന് റെഡ് ഉണ്ട് 2X എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കത് മേടിക്കാം കേട്ടോ. അന്നേരം നമുക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓർമ്മട്ടി. ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കണ്ടന്റുകളൊക്കെ ഞാൻ ലൈക്ക് എൻ്റെ ഹാർട്ടിൽ നിന്ന് ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ്. എനിക്കത് ചെയ്യുമ്പോൾ ഒരു മടുപ്പോ ബോറടിയോ ഒന്നും തോന്നാറില്ല. അല്ലെങ്കിൽ ഇത്ര എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം കയറി വൈറലായതിനു ശേഷം അത് തന്നെ എപ്പോഴും ബോറടിച്ച് കണ്ടിന്യൂ അങ്ങനത്തെ ഒരു അവസ്ഥ. ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ കണ്ടിന്യൂ ചെയ്ത് അതിനകത്ത് ചെയ്യുന്നത്, ഫുഡ് അടിക്കുക എന്നുള്ളത്. സംസാരിച്ചത് ഇത്രയും കൂടെ തീർക്കേണ്ട ആവശ്യമുള്ളൂ നമുക്കിനി. എനിക്ക് തോന്നുന്നു ഇതും എനിക്ക് അത്ര എരിവായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് മറ്റേ വാക്യൂമിൻ്റെ സൗണ്ട് കുറച്ച് നേരം അടുത്ത് കേൾക്കുന്നുണ്ടെങ്കിൽ അത് റൂമിൽ ഞങ്ങളുടെ ബുക്സ് വെക്കുന്ന ഷെൽഫിൽ നിന്ന് ഒരെണ്ണം പൊട്ടി വീണു ഗൈസ്. അത് ഐശ്വ വാക്യൂം ഇടുക. എനിക്കിതാ കിസ്സൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ചെയ്തൊരു നൂഡിൽസിലെ അതിൻ്റെ ടേസ്റ്റുമായിട്ട് നല്ല സമയം തോന്നുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എന്താ എക്സ്പെക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. നല്ല എരിവായിരിക്കും എന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്. ഇതിൻ്റെ കാർബണാറ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, അതും ട്രൈ ചെയ്യണം ഗൈസ്. നമുക്ക് ഉടനെ തന്നെ ഞാൻ എൻ്റെ ചാനലിൽ അത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളും എൻ്റെ അടിയിൽ പോസ്റ്റ് ചെയ്തോട്ടോ. പറഞ്ഞു. പിന്നെ ഞാൻ ഒരു Q&A ഷോർട്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉടനെ നമ്മുടെ ചാനലിൽ ഒരു Q&A ഉണ്ടാവുന്നതായിരിക്കും. ആദ്യത്തെ Q&A ആണ്. നിങ്ങൾക്ക് അപ്പം അതിനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തോളൂ. നൂഡിൽസ് കഴിഞ്ഞു, പക്ഷെ കാണാൻ പറ്റുന്നുണ്ടോ കുറച്ച് അത് ബാക്കിയുണ്ട്. നമ്മളതും കുടിക്കും, നമ്മളങ്ങനെയാണ്. സോസ് ബാക്കി വന്ന കേസ്. സംഭാരം കുടിക്കണ പോലെയാണ്. അങ്ങനെ നമ്മൾ ആ ചലഞ്ച് തീർത്തിരിക്കുകയാണ് ഗൈസ്. അയ്യോ ഓക്കെ, വേർത്തു, ഞാൻ ശരിക്കും വേർത്തു കേട്ടോ ഗൈസ്. കണ്ടോ, ഈ ഫുള്ള് മീല് നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ല. ഫസ്റ്റ് വെള്ളം പിടിക്കാം കേട്ടോ. ഒന്ന് വെള്ളം കുടിച്ച് മാറണ്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു വായുടെ അകത്തല്ല നമുക്ക് എരിവ് തോന്നുക, ചുണ്ടിന് ചുറ്റുമാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ടൈമിൽ ഫുള്ള് ഇവിടെ ഒക്കെ മസാല ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശരിക്കും
ചെയ്യും ഗൈസ് അങ്ങനെ നമ്മുടെ ചാലഞ്ച് നമ്മൾ സക്സസ്ഫുള്ളി തീർത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് അടിച്ചതിൻ്റെ ആയിരുന്നു ഈ ചാലഞ്ച്. ഞാൻ പിന്നെയും എല്ലാവരോടും എൻ്റെ താങ്ക് യു പറയുകയാണ്. കാരണം ഞാൻ ശരിക്കും ഓർത്തില്ലായിരുന്നു. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോസ് എന്ത് കണ്ടിട്ടാണ് കണ്ടുകൊണ്ടിരിക്കണേ, എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തിനാണെന്ന്. പക്ഷേ എന്താ എന്നോട് കമൻസിലൊക്കെ എല്ലാവരും ഇങ്ങനെ നല്ലതൊക്കെ പറയുന്നത് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കമൻസ് കാണാറുണ്ട്. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ലിറ്ററലി എന്താ ആ 10K ആകുന്ന ആ നിമിഷം ഞാൻ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുക. ലാപ്ടോപ്പ് തുറന്നതിന് ശരിക്കും ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്താ സന്തോഷം കണ്ടിട്ട് ഭയങ്കര സങ്കടമായിരുന്നു. ഐ വാസ് സോ ഹാപ്പി. ലൈക്ക് അതെത്ര പറഞ്ഞാലും ആർക്കും എനിക്കറിയില്ല, എല്ലാവർക്കും ലൈഫിൽ ആ ഒരു നമ്മൾ അത്ര എഫേർട്ട് ഇട്ടിട്ട് നമുക്കൊരു കാര്യത്തിൽ നിന്നൊരു ഇത് കിട്ടുക അത്രയും സന്തോഷിക്കുമ്പം ഞാൻ മരിച്ച് കിടന്നതിന് എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ഗൈസ്. ഇനിയും എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സജഷൻ ബോക്സിൽ ഇടുക. അപ്പോൾ നമ്മൾ അടുത്ത ചാലഞ്ചോട്ട് വരുന്നത് വരെ ഓക്കെ ബൈ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണമെന്നും മറക്കണ്ട കേട്ടോ ഗൈസ്. ഓക്കെ ബൈ.